ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള കടുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മാംഗോ മഡോസിലാണ്. ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു മാംഗോ മഡോസ് ഏകദേശം 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ പാർക്കിൽ 4500-ലധികം വിവിധ ഇനം മരങ്ങളുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായി മാറ്റിയിരിക്കുന്നു. മാംഗോ മഡോസിലേക്കുള്ള സന്ദർശകർക്ക് ബോട്ടിംഗ്, മീൻപിടുത്തം, നീന്തൽ, അമ്പെയ്ത്ത്, ഷൂട്ടിംഗ് എന്നിങ്ങനെ വിവിധ ഇനം ആക്ടിവിറ്റീസുകൾ ഏർപ്പെടുവാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഇവരൊരുക്കിയിട്ടുണ്ട്. സസ്യ നഴ്സറി, പക്ഷി സങ്കേതം, ജൈവ കൃഷി അനുഭവങ്ങൾ തുടങ്ങി സവിശേഷ ആകർഷണങ്ങളും ഈ പാർക്കിൽ ലഭ്യമാണ്. താമസ സൗകര്യങ്ങൾക്കായി സുഖകരമായ താമസം പ്രദാനം ചെയ്യുന്നതിനായി ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ട്രീ ഹൗസുകളും പ്രീമിയം കോട്ടേജുകളും ഫാം കോട്ടേജുകളും ഒക്കെയാണ്. മാംഗോ മഡോസ് എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ഒരു വിഷ്വൽ അനുഭവത്തോടെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വിശദമായ കാഴ്ചകൾക്കായി നമുക്ക് ഒരു ഗൈഡ് നമ്മുടെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അവരെ കാര്യങ്ങൾ വിശദമായിട്ട് ഓരോ സസ്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇത് ഈ വൃക്ഷത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാവോ? ഇങ്ങോട്ട് അടുത്ത് നോക്കും. പൂച്ചവാലൻ വട്ടപ്പുൽ തളിരി എന്നൊക്കെ പറയാം. അതായത് പൂച്ചവാലിന്റെ ഷേപ്പായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പിന്നെ കുറച്ചങ്ങോട്ട് വരാൻ കൃഷ്ണനാലെന്ന് പറയണ ഒരു കൃഷ്ണനാലെന്ന് പറഞ്ഞാല് ഇതല്ലേ? എന്താണ് ഇതിന്റെ? അതായത് ശ്രീകൃഷ്ണൻ പണ്ട് വെണ്ണ കട്ട് കഴിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ ഇലകളാണ്. അപ്പൊ ഇതിന്റെ ഇല, മൂത്ത ഇലകള് ഒരു കുമ്പിള് ഷേപ്പിലായിട്ട് വരും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനെ ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീൻ കൂട്ടുക എന്ന് പറയുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യം. അപ്പം മത്സ്യത്തിന് ഫുഡ് കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കാഠിന്യം കുറയുമെന്നും പുണ്യം ലഭിക്കുമെന്നുമാണ് പറയുന്നത്. പിന്നെ സിഖ് മതക്കാരുടെ സുവർണ ക്ഷേത്രത്തിലും പിന്നെ കേരളത്തിലെ തൃപ്രയാർ ക്ഷേത്രത്തിലും ഇതൊരു ആചാരം അല്ലെങ്കിൽ വഴിപാടായിട്ട് നടത്തുന്നതാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഫിഷ് ആണുള്ളത്? ഇവിടെ 64 ഇനം മത്സ്യങ്ങളുണ്ട്. കായൽ മത്സ്യങ്ങളായിട്ടുള്ള കാരി, കുരി, വരാല്, കാർപ്പ് മത്സ്യങ്ങളായിട്ടുള്ള ആവോലി, കട്ല, രൂപ, കോഴിക്കാർപ്പ് തുടങ്ങിയവയുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഫിഷ് ഫീഡ് ചെയ്യാനായിട്ട് പോകാം. ₹1 കോയിൻ കട്ട് ചെയ്ത് ₹1 കോയിന്റെ ആ ഒരു കറക്റ്റ് വലുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ഇവിടെ ബോട്ടിങ്ങിനും ഒക്കെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. കോട്ടയത്ത് തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ തീം പാർക്ക് എല്ലാവരും ഇവിടെ വരേണ്ടതാണ്. കുട്ടികൾക്കൊക്കെ വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇത് പിടിക്കുന്നില്ല. അപ്പം വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഇവിടുത്തെ പ്രീമിയം കോട്ടേജുകളും ഫാം ഹൗസുകളുമാണ് നമ്മളീ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അതുപോലെ കുട്ടികൾക്കുള്ള തീം പാർക്കുകളും കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനായിട്ടൊക്കെയുള്ള പാർക്കുകളൊക്കെ ഇവിടെ അതിമനോഹരമായിട്ട് തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ചെറിയൊരു ട്രീ ഹട്ട് പോലെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചുറ്റുമുള്ള ആ ഒരു പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ കാണുന്ന മരമാണ് ചുരക്കള്ളി. ചുവപ്പ് കളറിലുള്ള ഒരു ദ്രാവകം ഈ ഒരു മരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ പുറപ്പെടുവിക്കുകയുമില്ല. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഇല വെച്ചിട്ടാണ് രാമർ പെട്രോൾ ഉണ്ടാക്കി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത്. പക്ഷെ അത് വിജയിച്ചില്ലായിരുന്നു. ഇതൊരു ചോലരുദ്രാക്ഷം എന്ന് പറയും. ഇത് ഓർണമെന്റ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ടാണ് എടുക്കുന്നത്. കോഴിച്ചെടി കടുത്ത വേനൽക്കാലത്ത് കോഴി അടയിരിക്കുന്ന സമയത്ത് കോഴിയുടെ ദേഹത്തൊരു പേൻ ഉണ്ടാകത്തില്ല. ആ പേൻ മാറാനായിട്ട് ഇതിന്റെ ഇല അരച്ച് വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഇലയോട് കൂടി കമ്പെടുത്ത് തട്ടിക്കൊടുക്കുകയോ ചെയ്തതാണ്. അറിയാവുന്നതാണ്. പക്ഷെ ഇതല്ല, നമുക്കറിയാൻ പാടില്ലാത്ത കുറച്ച് പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് തളിരില തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇതിന്റെ നാരുകളടങ്ങിയ കായ്ത്തടി കടലാസ് നിർമ്മാണത്തിനും വസ്ത്ര നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ ഇതിന്റെ തടി ക്രിക്കറ്റ് ബാറ്റ്, ടെന്നീസ് റാക്കറ്റ് അതൊക്കെ ഉണ്ടാകുന്നത് ഇതിന്റെ തടി കൊണ്ടാണ് ഉണ്ടാകുന്നത് ക്രിക്കറ്റ് ബാറ്റ്. ഇവിടെ ഒത്തിരി റോഡുകളുണ്ട് കേട്ടോ. ഈ റോഡുകൾക്കെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ സലീം അലി, അതുപോലെ ഡോക്ടർ അബ്ദുൽ കലാം, ഇങ്ങനെ പേരുകൾ കൊടുത്തിട്ടാണ് ഇവിടുത്തെ റോഡുകൾ അറിയപ്പെടുന്നത്. അടുത്തായിട്ട് നീലക്കൊടുവേലിനെ കുറിച്ച് എന്തായാലും നമുക്ക് ഗൈഡ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. മോളെ ഒന്ന് പറഞ്ഞുതരും. ധാരാളം വിത്തുകൾ അടങ്ങിയ ഒരു ആയുർവേദ സസ്യമാണ് നീലക്കൊടുവേലി എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ വേരിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഇത് വേര് പണപ്പെട്ടിയിലോ അരിപ്പെട്ടിയിലോ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊലിച്ചു വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ വേര് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇല്ലിക്കാട്ടിൽ ഉപ്പന്റെ കൂട്ടിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയൊക്കെ വർദ്ധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് കരിമരുന്ന് എന്ന് പറയുന്നത്. ട്രൈബ്സ് ഒക്കെ ഉൾക്കാടുകളിൽ പോകുമ്പോൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഈ വൃക്ഷമാണ്. അപ്പോൾ ഈ വെള്ളം അവർക്ക് ആവശ്യമുള്ളപ്പം ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം അത് മണ്ണും പൂളും വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതേപോലെ തന്നെ ആവുന്നതാണ്. ആയുർവേദത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൂട്ടാണ് ത്രിഫല കൂട്ട്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നിവയാണ് ഈ കാണുന്നത്. മലബന്ധം, വയറുവീർക്കൽ, ദഹനക്കേട് എന്നിവയ്ക്കൊക്കെ വളരെ ഔഷധമായിട്ടുള്ള ഒരു സസ്യം കൂടിയാണിത്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പന്നവുമാണിത്. ഇതാണ് കടുവ പിടുക്കൻ, ഒരു വെറൈറ്റി മരമാണ്. ആദിവാസികൾ അവരുടെ ഊരുകളിൽ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുവാനായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരമാണ്. ഇതിൻ്റെ സ്മെല്ല് വന്യമൃഗങ്ങളെ അകറ്റി നിർത്തും എന്നാണ് പറയുന്നത്. അടുത്തായി വരുന്നതാണ് നാരത്തൊണ്ടി എന്നുള്ളൊരു സസ്യം. ഇതിൻ്റെ സ്ത്രീകളുടെ അധരത്തോട് ഉപമിച്ചിരിക്കുന്നത് ഇതിൻ്റെ കായയാണ്. ഇതാണ് കരിമരുന്ന് എന്ന് പറഞ്ഞ കരിമരുന്ന്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. ഇതാണ് കരിമരുന്ന് എന്ന് പറയുന്നത്. ട്രൈബ്സ് ഒക്കെ ഉൾക്കാടുകളിൽ പോകുമ്പോൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഈ വൃക്ഷമാണ്. അപ്പോൾ ഈ വെള്ളം അവർക്ക് ആവശ്യമുള്ളപ്പം ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം അത് മണ്ണും പൂളും വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതേപോലെ തന്നെ ആവുന്നതാണ്. ഇതാണ് അമ്മിമുറിയൻ. പണ്ടുകാലത്ത് ബ്രഷിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ കമ്പുകളാണ് ബ്രഷിൻ്റെ രൂപത്തിൽ ആക്കി ഉപയോഗിച്ചിരുന്നത്. പ്രണയിക്കുന്നവർക്ക് ഇവിടെയും ഒരിടമുണ്ട്. വളരെ മനോഹരമായി മരത്തിൽ വെട്ടിയൊരുക്കിയ ഒരു നിർമ്മിതി ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്. വളരെ മനോഹരമാണ്. ഇത് കായത്തിൻ്റെ ഒരു മരമാണ്. ഇതിൻ്റെ ഇലകളുടെ മുകളിൽ ഒരു കുമളം പോലെ വരും. ആ കുമളമാണ് ഉണക്കി കായമായിട്ട് മാറ്റുന്നത്.
ഈ മരത്തിനെ കൈക്കുള്ളിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാര്യം എന്ന് നമുക്ക് നമ്മുടെ ഗൈഡിനോട് തന്നെ ചോദിക്കാം. മോളെ, ഇത് എന്താണ് ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ചിരിക്കുന്നത്? അതായത് മാങ്കോമടത്തിന്റെ ഓണറായിട്ടുള്ള സാറിന്റെ കൈയുടെ മോഡലാണ്. കൈക്കുള്ളിൽ നിൽക്കുന്ന വൃക്ഷമാണ് കാട്ടത്തി എന്ന് പറയുന്നത്. ഏതാണ് കാട്ടത്തി എന്ന് പറയുന്നത്? കിളികളൊക്കെ ഭക്ഷിക്കുന്ന ഒരു ഇതാണ് ഇതിന്റെ കായ. പിന്നെ ഈ മാങ്കോമടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊരു തീമാണ് കാണുന്നത്. ഓക്കെ, അതാണ്. ഉദനകാമരാജ് എന്ന് പറയുന്നതാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പുരുഷന്മാർ ലൈംഗികോത്തേജനം വരുന്ന പൂവും കായും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ ഉപയോഗിക്കുന്നത് പോകുന്ന വഴി പുരുഷന്മാർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷലതാതി തന്നെയാണ് മദനകാമര. ഈ കാണുന്നതാണ് ഊത് അഥവാ അഗർവുഡ് എന്ന മരം. ഇതിൽ നിന്നാണ് ഊത് ഓയിൽ വേർതിരിച്ചെടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള അത്തർ ഉണ്ടാക്കുന്നത്. ഈ കാണുന്നതാണ് മരപുരി. പണ്ട് സന്യാസിമാർ അവരുടെ ഡ്രസ്സുകൾ ഉണ്ടാക്കിയിരുന്നത് ഈ മരത്തിൻ്റെ തുകൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ബാഗിൽ കാണുന്ന മരമാണ് കനകച്ചെമ്പരം. കനകച്ചെമ്പരവും പെർഫ്യൂം ഉണ്ടാക്കുവാനായിട്ടൊക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ കനകച്ചെമ്പരത്തിൻ്റെ പൂവാണ്. നാൽപ്പാമരക്കൂട്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ മോളെ. നാൽപ്പാമരക്കൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അത്തി ഇത്തി അരയാൽ പേരാൽ എന്നുള്ളത് ഒരു വഞ്ചിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് ഈ ചർമ്മരോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ നാൽപ്പാമരക്കൂട്ട്. ഇതാണ് അത്തി ഇത്തി അരയാൽ പേരാൽ നാൽപ്പാമരക്കൂട്ട്. ഇതിന് അമൃതവനം എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം ഈ മാങ്കോമടത്തിന്റെ ഓണറായിട്ട് സാറിന് ഒരു കുട്ടിക്കാലത്ത് അമൃതാനന്ദമായി കുറച്ച് തൈകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് അമൃതവനം എന്നറിയപ്പെടുന്നത് അല്ലേ? അമൃതവനം. ഇവിടെ പിന്നെ ഗണപതിനാരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ചങ്ങമ്പുഴയുടെ വാഴക്കുല. അതിൻ്റെ ഒരു തീമിൽ റെഡിയാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ശിവഗംഗ തീമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് അത്. ഇതിൻ്റെ തലയിലൂടെ പോലീസുകാരുടെ ലാത്തി ഉണ്ടാക്കുന്നത് ഈ മുള വെച്ചാണ്, ലാത്തി മുള. പിന്നെ ഇവിടെ ശിക്കാര സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞു. ഹൗസ് മാംഗോ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. മാംഗോ ആളുകളിലുള്ള വൃക്ഷങ്ങളാണ് നക്ഷത്രവനത്തിൽ നട്ടിരിക്കുന്നത്. ഇതാണ് നക്ഷത്രവനം. അവിടെ വെള്ള കുന്തിരിക്കുണ്ട് കേട്ടോ.
പട്ടിപ്പുന്നാന്ന് പറയും. ഇതിൻ്റെ ഇല 7.5 അടി നീളം വരെ ഉണ്ടാവുമെന്ന് പറയണം ഒരില. ഇത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമാകാത്തത് കൊണ്ടാണ് അത് ഇത്രയും നീളം വെക്കാത്തത്. സാധാരണ ഇതിൽ ട്രൈബ്സൊക്കെ അവരുടെ മെത്തയായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 25 അടി നീളമുള്ള ഈ ഒരു ശില്പം കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. മലയാള ഭാഷയിൽ തിരുവെഴുത്തുകൾ ഇരുവശവും ദൃശ്യമാകുന്ന രീതിയിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. പ്രതിമയ്ക്ക് ചുറ്റും ഒരു ബൈബിൾ ഉദ്യാനമുണ്ട്. അതിൽ തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിരിക്കുന്ന 125ഓളം സസ്യങ്ങളും മരങ്ങളും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ കേരളത്തിലെ പരമ്പരാഗത കൈത്തൊഴിലുകളായ ചകിരി കൊണ്ടുള്ള കയർപിരിയും തടുക്ക് നിർമ്മാണവും കൂടാതെ കളിമൺ പാത്രങ്ങളിലൊക്കെ നിർമ്മാണവും ഇവിടെ നമുക്ക് ചെയ്ത് പരിശീലിക്കാവുന്നതും കൂടിയാണ്. കേസ് 350 രൂപ എൻട്രി ഫീ കൊടുത്ത് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്താൽ ഒട്ടേറെ നല്ല നല്ല അറിവുകളും ഒട്ടേറെ എൻ്റർടൈൻമെൻറ്റ് റൈഡുകളും നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു തീം പാർക്ക് തന്നെയാണ് ഈ ഒരു മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക്. ഹലോ ഗേസ്, അപ്പോൾ ഇതാണ് മാംഗോ മെഡോസിൻ്റെ വിശേഷങ്ങൾ. ഏറ്റവും റീസണബിൾ റേറ്റിന് ഒരു ദിവസം അടിച്ചുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അഗ്രികൾച്ചറൽ തീം പാർക്ക് തന്നെയാണ് ഈ ഒരു മാംഗോ മെഡോസ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇവിടെ എല്ലാവരും വരണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.